കൃഷ്ണാവതാരമാണ് ഭഗവാന്റെ പൂർണ്ണ ശക്തികളോട് കൂടിയിട്ടുള്ള ഒരേ ഒരു അവതാരം. പിന്നെ അതിൽ ബുദ്ധനായിട്ട് ഒരു അവതാരം, ബുദ്ധൻ. അപ്പോൾ ഈ ബുദ്ധനെ എന്ത് ചെയ്തു? ബുദ്ധൻ എന്ന് പറയപ്പെടുന്ന അവതാരം കുറച്ച് വെള്ളം എടുത്തിട്ട് ആലിൻ്റെ മുകളിലേക്കാണ് തളിച്ചപ്പോൾ അത് മുഴുവനാണ് ഉണങ്ങി. ഈ ഇടി പോയിട്ട് കൊണ്ടത് എവിടെ അറിയോ? ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. ശിവന്റെ തലയിലാണ് കൊണ്ടു. ശിവനും ഇങ്ങോട്ട് ദേഷ്യം വന്നതാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് സൃഷ്ടി, അതാണ് ചന്ദ്രൻ. പിന്നെ ശിവന്റെ അംശമായിട്ട് ദുർവാസാവ്. 3 രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 3 ആളും വരം കൊടുത്തു. സ്വന്തം ഗുരുനാഥന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയ ആളാ ചന്ദ്രൻ. 17ാമത് വ്യാസ അവതാരം. അതന്നെ 28 വ്യാസന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എത്രയോ കൊല്ലം അങ്ങോട്ട് പോകണം. കലിയുഗം കഴിഞ്ഞിട്ടേ കൽക്കി അവസാന ഭാഗത്താ കൽക്കി വരും. ഇപ്പം അവതരിച്ചതൊക്കെ വ്യാജമാണ്. പിന്നെ ദത്താത്രേയനായിട്ടുള്ളൊരു അവതാരം ഉണ്ടായി. അതെന്താ ചോദിച്ചാൽ, ഈ നോർത്ത് ഇന്ത്യയിൽ ദത്താത്രേയ ഉപാസന പല ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടെന്നാണ് ദത്താത്രേയൻ്റെ. നല്ലൊരു അവതാരമാണ്. അതും മഹർഷിയുടെ ചര്യയൊക്കെ ലോകത്തിൽ കാണിക്കുന്ന ഒരു അവതാരമാണ് ദത്താത്രേയൻ. അതായത് വിഷ്ണു അംശമാണ് ദത്താത്രേയൻ. അതുപോലെ ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ചന്ദ്രനും ശിവന്റെ അംശമായിട്ട് ദുർവാസാവും 3 പുത്രന്മാരെ അത്രി മഹർഷിക്ക് കൊടുത്തു. അത്രി തപസ് ചെയ്തു, എനിക്ക് പുത്രന്മാർ വേണം. അപ്പം അദ്ദേഹം ഈ സ്തോത്രം ചൊല്ലി ഭജിക്കുമ്പോൾ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ എന്ത് ചെയ്തു? സൃഷ്ടി സ്ഥിതി സംഹാരവും നടത്തണ ഭഗവാനെ, എനിക്കൊരു പുത്രനെ വേണേ. ഈ പറയണ വാക്കിനനുസരിച്ചാണല്ലോ. സൃഷ്ടി സ്ഥിതി സംഹാരവും നടത്തണ ഭഗവാനെ എന്ന് പറഞ്ഞാൽ 3 പുത്രന്മാരുണ്ടല്ലോ അല്ലേ. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് സൃഷ്ടി, അതാണ് ചന്ദ്രൻ. പിന്നെ ശിവന്റെ അംശമായിട്ട് ദുർവാസാവ്. 3 രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 3 ആളും വരം കൊടുത്തു. 3 ആളും വരം കൊടുത്തപ്പോൾ 3 പുത്രന്മാരുണ്ടായി. അങ്ങനെ വന്നതാണ് ദത്താത്രേയ അവതാരം. പിന്നെ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള മത്സ്യാവതാരം, വേദങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. കൂർമാവതാരം, പാലാഴിയിൽ താണുപോയിട്ടുള്ള മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ധന്വന്തരി, രോഗത്തിന് ശമനത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ധന്വന്തരി ക്ഷേത്രമൊക്കെ ഉണ്ട് നെല്ലുവായാലും പലതരത്തും. അപൂർവമാണ് ധന്വന്തരി ക്ഷേത്രം, ഒരുപാടില്ല നമുക്ക്. ഒരു ആരോഗ്യത്തിന് വേണ്ടി ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരിയെ അമൃതകലശകസ്തായ കലാമയ നിവാരണായ തൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ഇത് അദ്ദേഹത്തിൻ്റെ ഗായത്രി ഉണ്ട്. പലതും ദേശെങ്കിലും രാവിലെ നമ്മൾ ജപിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശാന്തി ഉണ്ടാവും. വളരെ അനുഭവമാട്ടോ ധന്വന്തരി. അതൊരവതാരം. പിന്നെ മോഹിനി, ഈ അമൃതൊക്കെ അസുരന്മാർ കൊണ്ടുപോയപ്പോൾ അവരെ മോഹിപ്പിച്ച് മോഹിനി രൂപം, അതാണ് മോഹിനി അവതാരം. പിന്നെ നരസിംഹാവതാരം. അപ്പം ഇവിടെ 14ാമത്തെയാണ് നരസിംഹാവതാരം ഈ ശ്രേണിയിൽ വരുന്നത്. ശരിക്കും പറയാച്ചാൽ മത്സ്യ, കൂർമോ, വരാഹോ, നരസിംഹ 4ാമത്തെ ദശാവതാരത്തിൽ വരിക. അത് ആ ക്രമത്തിൽ. ദശാവതാരം അത്രയല്ലേ ഉള്ളൂ. ഇത് 14 ഉണ്ടേ. അവിടേക്ക് എത്തണ്ടേ, 22ലേക്ക് എത്തണ്ടേ. 14ാമത് നരസിംഹമായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെ പായ നഖം കൊണ്ട് കീറിത്രേ. പായ ഉണ്ടാക്കുന്ന ഒരു പുൽപ്പായ, പ്ലത്തപ്പായയല്ല, അതുപോലെ കീറി. അതിനാണ് ആ അവതാരം. പിന്നെ 15ാമത് വാമനാവതാരം, നമുക്കൊക്കെ അറിയാം. 16ാമത് പരശുരാമ അവതാരം, ക്ഷത്രിയ നിഗ്രഹം നടത്തിയിട്ടുള്ള അവതാരം. 17ാമത് വ്യാസ അവതാരം. അതന്നെ 28 വ്യാസന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വേദവ്യാസനാണ് വേദങ്ങളെ പകുത്തത്. ഒരു വേദത്തിനെ 4 ആക്കി. അത് കൃഷ്ണദ്വൈവായനൻ എന്ന വ്യാസനാണ്. അതാണ് ഭാഗവതം എഴുതിയതെന്നാണ് പറയുന്നത് അദ്ദേഹം. എന്നാലും 28 വ്യാസന്മാരെ പറയുന്നു. വ്യാസ അവതാരം ഭഗവാന്റെ അവതാരം തന്നെയാണ്. കാരണം 3 സംഹിതകൾ എഴുതാൻ സാധാരണ ഒരാളെ കൊണ്ട് പറ്റില്ല. വായിച്ചു തീർക്കാൻ പോലും നമ്മളെ കൊണ്ട് ആവുന്നില്ല. പിന്നെ 18ാമത് ശ്രീരാമാവതാരം. അതിനെ തുടർന്ന് ബലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം. ഇപ്പം രാമനെ 3 ഉണ്ട്: പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ. പിന്നെ ശ്രീകൃഷ്ണാവതാരം പറഞ്ഞു. പിന്നെ അതിൽ ബുദ്ധനായിട്ട് ഒരു അവതാരം, ബുദ്ധനും ഭഗവാന്റെ അവതാരം തന്നെയാണ്. അതാണ്. ശുദ്ധോധനന്റെ മകനായുള്ള ആളല്ല എന്നാണ് ഇപ്പം ഇത് നോക്കുമ്പോൾ. കാരണം ഇവിടെ ബുദ്ധോ നാംന അജനസുധ, അജനൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിൻ്റെ മകൻ എന്നാണ് പറയണത്. അപ്പോൾ പേരിപ്പോൾ സാങ്കല്പികമായിട്ട് അങ്ങനെ പറഞ്ഞതാവാം. ശുദ്ധോധനൻ എന്നുള്ള പേരാണോ ശരി നമുക്കറിയില്ലല്ലോ. അതും പറയാൻ വയ്യ. ചിലപ്പോൾ ഇതാവും ശരി ഒരാൾ തന്നെയാണോ എന്നും പറയുന്നുണ്ട്, അല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും മതവിശ്വാസങ്ങൾ എതിർക്കുന്ന ആ ഒരു ഭാവത്തിലുള്ള ഈ ഒരു അവതാരമാണ്. അതെന്താ ഇതിൻ്റെ കാരണം എന്ന് ചിലതിൽ പറയണത്, ത്രിപുരന്മാർ എന്ന് പറഞ്ഞിട്ട് 3 അസുരന്മാരുണ്ടായിരുന്നു. ഇവർക്ക് ശിവൻ 3 വിമാനം കൊടുത്തു. അന്നും ഉണ്ട് വിമാനം. നമ്മുടെ സംഹിതയിൽ പണ്ടേ വിമാനം എന്ന സംഗതി ഉണ്ട്.
ഇരുമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിമാനമാണ് കൊടുത്തത്. ഇന്നിപ്പോൾ ഏവിയേഷൻ മെറ്റൽ കൊണ്ടല്ലേ ഉണ്ടാക്കണം, പണ്ട് ഇരുമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ ഇതുകൊണ്ട് ഇവർ പ്രജകളെ ഉപദ്രവിക്കുക ചെയ്യണം. ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ബിൻലാദനെ പോലെ കെട്ടിടത്തിൻ്റെ മുകളിൽ പോയിട്ട് വീഴ ഇടിച്ച് നിരത്തുക, ആളുകളെ കൊല്ലുക. നല്ല ആൾക്കാർക്ക് എന്ത് കിട്ടിയാലും നല്ലതിനാ ഉപയോഗിക്കുക, ദുഷ്ടന്മാർക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ട് ദ്രോഹമല്ലേ, അതെ കൊല്ലണം. ദേവന്മാർ മുഴുവനെ തീരുമാനമെടുത്തു. പക്ഷെ ഇവർക്കൊരു സംശയം, ശിവന്റെ ഭക്തനാണ് ഇവർ. ശിവനോട് പോയിട്ട് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ദേഷ്യം വന്നാൽ ഇവരെയും കൊല്ലുക. എൻ്റെ ഭക്തനെ കൊല്ലാൻ എൻ്റെ അടുത്ത് വരിക എന്ന് ചോദിക്കും. ഇവർക്ക് പേടിയുണ്ട്, അങ്ങയുടെ ഭക്തന്മാരെ ഞങ്ങൾക്ക് ശല്യമായി എന്ന് പറയാൻ വയ്യല്ലോ. അപ്പം ഇവരെന്ത് ചെയ്തു, നേരെ വിഷ്ണുവിൻ്റെ അടുത്ത്. ഇതിനൊക്കെ ഉപായം കാണുന്ന നിപുണനാണോ വിഷ്ണു. ഭഗവാനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ശിവനോട് ഇപ്പം ഞങ്ങൾക്കിത് പറയാനും മടിയുണ്ട്, പറയാതെയും വയ്യ, അതിനെന്താ മാർഗം. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഴി ഉണ്ടാക്കാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും എന്നങ്ങനെ പറഞ്ഞ് എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഭഗവാൻ ശിവൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സങ്കടം പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല, ഞാൻ ബാക്കിയൊക്കെ ശരിയാക്കാമെന്ന്. അങ്ങനെ ഇവരൊക്കെ പോയിട്ട് ചാക്യന്മാർ പറയുമ്പോൾ ഇത് വളരെ രണ്ടർത്ഥത്തിലൊക്കെ പറയും. അങ്ങയുടെ ഭക്തന്മാർ വളരെ കേമന്മാരാണ്. രണ്ടർത്ഥത്തിലാണ് പറയണത്. ചന്ദ്രനെ പോലെ ലോകം മുഴുവൻ കീർത്തി പരത്തിയ ആളാണ്. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പല ദുഷ്പേരും ഉണ്ട് ചന്ദ്രനെ. കഥ നോക്കുമ്പോഴേ സ്വന്തം ഗുരുനാഥൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയ ആളാണ് ചന്ദ്രൻ. അപ്പം ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ ശിവ പെട്ടെന്ന് എന്ത് വിചാരിച്ചു, നല്ലത് വിചാരിച്ചു, തിരിച്ചുള്ള അർത്ഥം ഇവർ ഉദ്ദേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബുദ്ധൻ്റെ ഒരു സന്യാസി വേഷത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുക, ഭഗവാൻ വിഷ്ണു. ഇവരറിഞ്ഞിട്ടില്ല, ശിവരന്മാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിദ്ധൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ അവർക്കൊരു പരിഹാസം എന്തൊക്കെയോ തോന്നി. അപ്പോൾ ശിഷ്യനായിട്ട് നാരദനും കൂടിയിട്ട, നാരദാണെന്ന് അറിയില്ല, നാരദനാണെന്ന് അറിയില്ല, ശിഷ്യനായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ എൻ്റെ ഗുരുനാഥനെ കളിയാക്കണം നിങ്ങൾ, എന്താ അപ്പോൾ ഇദ്ദേഹം ആരാന്നാ വിചാരിച്ച്. ഓ ഞങ്ങൾക്കറിയാം, ഇദ്ദേഹം കൂട്ടിയപ്പോൾ എന്തൊക്കെ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം, അങ്ങ് വലിയ വീമ്പൊന്നും ഇളക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ ശക്തി നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തരണം, നിങ്ങളാണ് പറഞ്ഞാൽ അതുപോലെ തെളിയിച്ചു തരും, കാണണോ ചോദിച്ചു. എന്നാ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ ആല് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ആലിനെ പുരസ്കരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരീക്ഷണം അങ്ങേക്ക് തെളിയിക്കാൻ പറ്റുമോ ചോദിച്ചു. ആല് ഒരു കാര്യമാക്കാം, ആയിക്കോട്ടെ. അപ്പോൾ ഈ ബുദ്ധനെ എന്ത് ചെയ്തു, ബുദ്ധൻ എന്ന് പറയപ്പെടുന്ന അവതാരം കുറച്ച് വെള്ളം എടുത്തിട്ട് ആലിൻ്റെ മുകളിലേക്കാണ് തളിച്ചപ്പോൾ അത് മുഴുവനാണ് ഉണങ്ങി. അപ്പോൾ വിചാരിച്ചു ഇനി വേറെ രീതിയിൽ കാണണോ ചോദിച്ചു. കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വെള്ളം എടുത്തിട്ട് തളിച്ചപ്പോൾ അത് പഴയ പോലെ ഇങ്ങോട്ട് തളർത്തു, പഴയ ആലായിട്ടാണ് മാറി. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ. അപ്പോൾ അവർ ചോദിച്ചു, ഇത്രേ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ, ഇതന്നെ ഇവരുടെ ആവശ്യം, അസുരന്മാരെ തൻ്റെ കീഴിൽ കൊണ്ടുവരണം, പഠിപ്പിച്ചവരൊക്കെ ചെയ്യാം, പക്ഷേ ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ കേൾക്കണം. ഓ ആയിക്കോട്ടെ, എന്താ വെച്ചാൽ ഞങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞ് ഈ വിദ്യ പഠിപ്പിച്ചു. അതിന് കുറേ മന്ത്രവും തന്ത്രമൊക്കെ ഉണ്ടാക്കും, പഠിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് മന്ത്രം? മന്ത്രം വേറൊന്നുമല്ല, നിങ്ങൾ ചെല്ലണം എന്നാൽ തന്നെ പറഞ്ഞു തരുമല്ലോ, ചെല്ലാം. ആദ്യം പറഞ്ഞു ബ്രഹ്മാവില്ല, ബ്രഹ്മാവില്ല, വിഷ്ണുവില്ല, വിഷ്ണുവില്ല, ശിവനില്ല. അപ്പോൾ പിന്നെ പറയാൻ മടി, ശാക്യന്മാർ പറഞ്ഞ ഇതാട്ടോ. ശിവൻ ഉണ്ടില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ശിവൻ ഇല്ല എന്ന് പറയാൻ വയ്യ, ശിവൻ ഉണ്ടില്ല എന്നാ പറയണേ, പറ്റില്ല. ശിവൻ ഇല്ല എന്ന് പറയൂ, ശിവൻ മടി, ശിവൻ പറയണം, ശിവനില്ല. ഓ പറഞ്ഞു, ഒപ്പിച്ചില്ലേ, ഒന്നും കൂടി പറയൂ, ശിവനില്ല, ശിവനില്ല. ഇനി ഒരു തന്ത്രമുണ്ട്, അതൊന്നുമല്ല, ഒരു കല്ല് കയ്യിൽ കരുതണമെന്ന് ആദ്യം പറഞ്ഞു. അവിടെ ഒരു ശിവലിംഗം, ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഇടിക്കുക, അത് തന്ത്രമാണ്, എന്നാലേ ഈ മന്ത്രം നിങ്ങൾക്ക് പഠിയുള്ളൂ. അതിനിപ്പോൾ എന്താ ഒറ്റയടി. ഈ ഇടി പോയിട്ട് കൊണ്ടത് എവിടെ അറിയോ, ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. ശിവന്റെ തലയിലാണ് കൊണ്ടു. ശിവനിങ്ങോട്ട് ദേഷ്യം വന്ന പ്രസംഗികൾ, ഞാൻ വരവും കൊടുത്തിട്ട് ശക്തി കൊടുത്തിട്ട് എന്നെ തല്ലാറായോ, തൃക്കണ്ണാണ്ട് തുറന്നു, ശിവനെ കൊണ്ട് എന്നെ ഈ വിരയോട് ദഹിപ്പിച്ചു. ഈ സൂത്രത്തിനാണ് ബുദ്ധാവതാരം. പാഖണ്ഡ മതവിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് സ്വയം മരണം ഈ അസുരന്മാർക്ക്. ശിവൻ മാത്രമേ ഇവരെ കൊല്ലാൻ പറ്റൂ, വേറെ ആർക്കും കൊല്ലാൻ പറ്റൂ. ഭഗവാൻ നേരിട്ട് കൊല്ലാൻ പറ്റൂലേ, കാരണം ശിവഭക്തന്മാരെ വിഷ്ണു കൊന്നു എന്ന് പറഞ്ഞാൽ നാളെ ചീത്തപ്പേരായില്ലേ. അവിടെ സ്പർദ്ധ പാടില്ല, ശിവൻ തന്നെ കൊല്ലട്ടെ, അപ്പോൾ ആക്ഷേപമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബുദ്ധാവതാരം. അവസാനത്തെ അവതാരം കൽക്കിയായിട്ട് ഒരവതാരം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ മുഴുവനെ നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക, പ്രളയകാലത്ത് നശിപ്പിക്കണമല്ലോ, എന്നാലേ വീണ്ടും സൃഷ്ടി ഉണ്ടാവുള്ളൂ. അത് കുറേ കൽക്കികളെ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും യഥാർത്ഥ കൽക്കിയല്ല, കാരണം കൽക്കി വരാൻ പോണേ ഉള്ളൂ.
ഇനി എത്രയോ കൊല്ലം അങ്ങോട്ട് പോകണം. കലിയുഗം കഴിഞ്ഞിട്ടേ കൽക്കി അവസാന ഭാഗത്താണ് കൽക്കി വരും. ഇപ്പം അവതരിച്ചതൊക്കെ വ്യാജമാണ്, അതൊക്കെ ഇല്ലാത്തതാണ്. രൂപം പറയേണ്ട കുതിരപ്പുറത്ത് കയറി തലയെ കെട്ടി വാള് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത്. ഇതാണ് 22 അവതാരങ്ങൾ. ഇതിൽ ബലരാമൻ അവതാരമാണോ എന്ന് ചിലർ പറയും, ചിലർ ബലരാമൻ അല്ല എന്ന് പറയും. ബലരാമൻ അല്ല എന്ന് പറയുന്നവർക്ക് ബുദ്ധൻ അവതാരമാണ്, ബുദ്ധൻ അവതാരമായിരിക്കും ബലരാമൻ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഇതിലൊക്കെ. അഷ്ടപതിയിൽ കൃഷ്ണനെ അവതാരമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ഏറ്റവും രസം. കൃഷ്ണനാണല്ലോ ഏറ്റവും, അതെന്ന് വെച്ചാൽ കൃഷ്ണനാണ് അവതരിക്കുന്നത് എന്നാണ് അവരുടെ വാദം. പിന്നെ എങ്ങനെ കൃഷ്ണ അവതാരം? കൃഷ്ണനാണ് മറ്റു അവതാരങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. കൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ. അങ്ങനെ പല അഭിപ്രായങ്ങൾ. ഭാഗവത പ്രകാരം 22, ഇനി ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിനെ 24 ആക്കുന്നുണ്ട്. 2 കൂട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സാർ, പുതിയൊരു അറിവായിരുന്നു ഇങ്ങനൊരു 24 അവതാരങ്ങൾ. ഇതിൽ കൃഷ്ണാവതാരം പൂർണ്ണ അവതാരമാണ്. അത് പറയണ്ട കേട്ടോ. ഏതേത് അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണാവതാരമാണ് ഭഗവാന്റെ പൂർണ്ണ ശക്തികളോട് കൂടിയിട്ടുള്ള ഒരേ ഒരു അവതാരം. മറ്റതൊക്കെ അംശങ്ങളേ ഉള്ളൂ. കൃഷ്ണനെ ഭജിച്ചാൽ വിഷ്ണുവിനെ വേറെ ഭജിക്കേണ്ട ആവശ്യം ഇല്ല, വിഷ്ണുവിനെ ഭജിച്ചാൽ കൃഷ്ണനെയും ഭജിക്കേണ്ട ആവശ്യമില്ല. അത് പൂർണ്ണ അവതാരമാണ്. അത് ഭാഗവതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു തത്വം. സാർ, എന്തായാലും ഇതൊരു പുതിയ അറിവായിരുന്നു. കാരണം ഈ 24 അവതാരങ്ങൾ അതിനെ സാറ് വിവരിച്ചു തന്ന രീതി. ഇനിയും കൂടുതൽ പുതിയ പുതിയ അറിവുകൾ അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം.